Welcome to Ensign Study Circle, KS Mains program. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ എക്കണോമിക് റിവ്യൂയുടെ തുടർച്ചയാണ്. അപ്പോൾ ടൈറ്റിൽ എക്കണോമിക് റിവ്യൂ 2019 പാർട്ട് 2. നമ്മൾ ഒന്നാം ഭാഗത്ത് ഡിസ്കസ് ചെയ്തത് ചില അടിസ്ഥാനപരമായിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതായത് ബേസിക് എക്കണോമിയെ പറ്റി കുറച്ച് ചർച്ച ചെയ്തു, സെക്ടേഴ്സ് ഓഫ് എക്കണോമിയെ പറ്റി ചർച്ച ചെയ്തു, അതുപോലെ തന്നെ പോവർട്ടി ഓഫ് കേരള എന്ന ഇഷ്യൂ ചർച്ച ചെയ്തു, മൈഗ്രേഷൻ ആൻഡ് ഡയാസ്പോറ എന്ന ഇഷ്യൂ ചർച്ച ചെയ്തു, അതേപോലെ തന്നെ ചില ഏരിയാസ് ലൈക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന ഭാഗങ്ങളൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ കുറച്ച് വേറെ സ്പെസിഫിക് ആയിട്ട് ചില ഏരിയാസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദ ഫസ്റ്റ് ടോപ്പിക്, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. ഇതിലെ പോയിന്റ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തെ, ഒരു സ്ഥലത്തെ ജനസംഖ്യ കടന്നു പോകുന്ന ഘട്ടങ്ങളാണ് നമ്മൾ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. പൊതുവെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി പ്രകാരം 4 സ്റ്റേജുകളുണ്ട്. അത് ഫസ്റ്റ് സ്റ്റേജ് ആണ് ദ ഫേസ് ഓഫ് ലോ ഗ്രോത്ത് റേറ്റ്. അവിടെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കൂടിയിരിക്കും. സെക്കൻഡ് ഫേസ് ആണ് ദ ഫേസ് ഓഫ് ഹൈ ഗ്രോത്ത് റേറ്റ്. അവിടെ ഡെത്ത് റേറ്റ് കുറയുമെങ്കിലും ബർത്ത് റേറ്റ് കാര്യമായ കുറവുണ്ടാവാറില്ല. ഇനി തേർഡ് സ്റ്റേജ് ആണ് ദ ഫേസ് ഓഫ് മോഡറേറ്റ് ഗ്രോത്ത് എന്നാണ് പറയുക. ഇവിടെ ഫാമിലി പ്ലാനിങ് മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് ബർത്ത് റേറ്റിൽ കുറച്ച് കുറവുകളുണ്ടാവും. അത് കാരണം പോപ്പുലേഷൻ ഗ്രോത്ത് ഒന്ന് മോഡറേറ്റ് ആവും. ഇനി ഫോർത്ത് സ്റ്റേജ് ആണ് നമ്മുടെ അഡ്വാൻസ് സ്റ്റേജ് എന്ന് പറയും. നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്തിൽ സ്റ്റെബിലൈസ്ഡ് ആവും. അതായത് ഇവിടെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും വളരെ കുറഞ്ഞിരിക്കും, റേറ്റ് ഓഫ് ഗ്രോത്ത് പോപ്പുലേഷൻസ് വളരെ കുറഞ്ഞിരിക്കും. അപ്പോൾ ഇങ്ങനെ 4 സ്റ്റേജാണ്. ഇനി പൊതുവെ ഓൾ ഇന്ത്യ ലെവൽ നോക്കുകയാണെങ്കിൽ ഇത് തേർഡ് സ്റ്റേജിലാണ്, നമ്മുടെ മോഡറേറ്റ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻസ് എന്ന സ്റ്റേജിലാണ് ഇന്ത്യ നിൽക്കുന്നതെന്ന് നമുക്ക് പറയാം. പക്ഷേ കേരളം എന്ന് പറഞ്ഞ ഒരു പടി കൂടി കടന്നിട്ട് അഡ്വാൻസ് സ്റ്റേജ് ഓഫ് പോപ്പുലേഷൻ ട്രാൻസിഷൻ എന്നാണ് നമ്മൾ പറയുക. അതായത് കേരളത്തിൻ്റെ കേസിൽ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും വളരെ കുറവാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലെ ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ, അത് ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയും. അതായത് കഴിഞ്ഞ 10 വർഷത്തിൽ സെൻസസ് 2010 പ്രകാരം 10 വർഷത്തിൽ ഉണ്ടായ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്നൊരു പാരാമീറ്റർ. ഇത് കേരളത്തിൻ്റെ കേസിൽ വെറും 4.9% മാത്രമാണ്. അത് ഓൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അത് 17.7%. അതായത് കേരളത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് വളരെ കുറവാണ് കമ്പയർഡ് ടു ദ ഓൾ ഇന്ത്യ ലെവൽ. ഇനി നമ്മുടെ സ്ലൈഡ്സിൽ പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ സ്ട്രക്ചറിലേക്ക് ഒന്ന് പോവാം. അതായത് ലെറ്റ്സ് സീ ദ ഫസ്റ്റ് പോയിന്റ് ഹിയർ. അക്കോർഡിംഗ് ടു സെൻസസ് 2011, the age-wise population of Kerala is 23% in the age group 0 to 14 years, 64% in the age group 15 to 59 years, and 13% in the age group 60 and above. Okay. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് അതിൻ്റെ നാഷണൽ ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. 31% in the children group 0 to 14 years, 64% in the 15 to 59 years group, and 8.5% in the 60 and above group. ഓക്കെ, അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവാം. അതായത് ചൈൽഡ് പോപ്പുലേഷൻ എന്നത് കേരളത്തിൽ വളരെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. 31% ഓൾ ഇന്ത്യ ലെവൽ ആണെങ്കിൽ കേരളത്തിൽ ഇത് വെറും 23% ആണ്. ഇനി മറുവശത്ത്, അതായത് നമ്മുടെ ഓൾഡ് ഏജ് പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ലെവൽ ജസ്റ്റ് 8.5%, while in Kerala it is actually 13%. നമ്മുടെ ചില സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങളുണ്ടാവുന്ന ഒരു പോപ്പുലേഷൻ പെർസെൻറ്റേജ് ആണ് 13% ഒക്കെ. ഓക്കെ, അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇവിടെ കുട്ടികളുടെ പോപ്പുലേഷൻ കുറയുകയും പ്രായമായ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ പോപ്പുലേഷൻ പിരമിഡ് എന്നൊരു സാധനം ഇൻവേർട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഭാവിയിൽ കൂടുതൽ പ്രായം ആൾക്കാർ ഉണ്ടാവുകയും കുട്ടികളുടെ പോപ്പുലേഷൻ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, ഇനി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൂന്നാമത്തെ പോയിന്റ് എന്താണത്? ദ ലൈഫ് എക്സ്പെക്ടൻസി ഇൻ കേരള ഈ 75.8 years, while it is 69 years in the all India level. അതായത് ഇവിടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതെന്താ, ആരോഗ്യ മേഖലയിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് കാരണമാണ് ഇവിടെ ആയുർദൈർഘ്യം കൂടിയത്. അപ്പോൾ ഇവിടെ
ആൾക്കാർ ആവറേജിൽ ഒരു മനുഷ്യൻ 75.8 വർഷം വരെ ജീവിക്കുന്നുണ്ട്. ഇനി നാലാമത്തെ പോയിന്റ് നമുക്ക് വായിക്കാം, പക്ഷെ ആ പോയിന്റ് കുറച്ച് നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് പറയുന്നത്. എന്താണ്? 65% ഓഫ് ദ ഏജ് പോപ്പുലേഷൻ ഇസ് അഫക്റ്റഡ് ബൈ മോർബിഡിറ്റി. മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അസുഖ ബാധിതരായ ആൾക്കാരാണ് ഉള്ളതൊക്കെ. അതായത് ഈ പ്രായമായ ആൾക്കാരിൽ 65% ആൾക്കാരും എന്തെങ്കിലുമൊക്കെ അസുഖം ബാധിച്ച ആൾക്കാരാണെന്ന് പറഞ്ഞു. So let's now move on to the inference of the given data. First point ആണ്, the child population is reducing on account of the low birth rate. ഇവിടെ ബർത്ത് റേറ്റ് വളരെ കുറവാണ്, അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുട്ടികളുടെ ജനസംഖ്യ വളരെ കുറഞ്ഞാണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, the old age population is increasing on account of high life expectancy and low death rate. ഇപ്പോൾ നേരത്തെ സ്ലൈഡിൽ കണ്ടു നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി 75.8 ഇയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി കേസിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രായമാരുടെ പോപ്പുലേഷൻ വളരെ കൂടിയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് കേരളത്തിൽ നേരത്തെ പറഞ്ഞ മാതിരി പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ 13% ഇറ്റ്സ് ഓൾ 60 എബവ് എന്നാണ് പറയുക. തേർഡ് പോയിന്റ്, അപ്പോൾ ആ പോയിന്റാണ് അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് നമ്മൾ കാണേണ്ടത്. എന്താണ് എഴുതിയത്? ദിസ് ഡിമാൻഡ്സ് ഫോർ ബെറ്റർ സ്റ്റേറ്റ് ഇന്റർവെൻഷൻസ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ ഓൾഡ് ഏജ്ഡ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കമ്പാരിസൺ ആണ് നമ്മുടെ വി ഹാവ് ടു കമ്പയർ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് ഓഫ് കേരള ആൻഡ് അതർ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് വിത്ത് ദാറ്റ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. പൊതുവെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് വളരെ കൂടിയത് കാരണം ചൈൽഡ് പോപ്പുലേഷൻ വളരെ കൂടിയിരിക്കും, whereas the old age population is very low. കേരളം പോലെ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ തിരിച്ചാണ്, ചൈൽഡ് പോപ്പുലേഷൻ കുറവും ഓൾഡ് പോപ്പുലേഷൻ കൂടിയ ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഫോക്കസ് ഏരിയാസ് വ്യത്യസ്തമാണ്. ഇവിടെ കൂടുതൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഓൾഡ് ഏജ് പോപ്പുലേഷൻ്റെ വെൽഫെയറിനാണ്. ആ സമയത്ത് നമ്മുടെ ഉത്തർപ്രദേശ് അതേപോലെ ബീഹാർ പോലെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ചൈൽഡ് വെൽഫെയറിനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിൽ നമ്മുടെ വെൽഫെയർ മെക്കാനിസംസ് മാറണം. എന്തായാലും നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഓൾഡ് ഏജ് പോപ്പുലേഷൻ്റെ വെൽഫെയർ ആയിട്ടാണ് കാണേണ്ടത്. നമ്മുടെ സംസ്ഥാനം അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മെഷേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾഡ് ഏജ് പോപ്പുലേഷൻ്റെ മെയിൻ ഇഷ്യൂസ് എന്നൊക്കെ പറയുന്നത് ഒന്ന് ഹെൽത്ത് തന്നെയാണ്. ഹെൽത്തിനെ നോക്കാനുള്ള പല പല മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളറിയാം വയോമിത്രം, വയോമധുരം എന്ന് പറഞ്ഞ പല പ്രോഗ്രാംസ് കേരള ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ സേഫ്റ്റി, അതേപോലെ അവരുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, അതേപോലെ അവരുടെ ലോൺലിനെസ് കവറപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പല രീതിയിൽ കേരള ഗവൺമെൻറ് ഈസ് ട്രൈങ് ടു ബ്രിഡ്ജ് ത്രൂ മെനി വെൽഫെയർ മെഷേഴ്സ് എന്നാണ് പറയുക. Now let's go into another important topic, unemployment in Kerala. നമ്മൾ സാധാരണ എംപ്ലോയ്മെന്റ് ഒരു ആസ്പെക്റ്റിലാണ് ഡിസ്കസ് ചെയ്യാറ്, പക്ഷേ ഒരു ഇഷ്യൂ എന്ന കാരണം കൊണ്ട് നമ്മൾ അൺഎംപ്ലോയ്മെന്റ് ആസ്പെക്റ്റിലേക്ക് പോവാം. So let's go to the first point here. According to the PLFS 2017-18, ഈ PLFS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ എന്ന് പറയും. നമ്മുടെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് നടത്തുന്ന ഒരു സർവേ ആണ് PLFS. ഈ സർവേ പ്രകാരം among the major states, Kerala has the highest unemployment rate of 11.4% as against the all India level of 6.0%. വലിയ സംസ്ഥാനങ്ങളിൽ കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉള്ളത്. കേരളത്തിനേക്കാളും അൺഎംപ്ലോയ്മെന്റ് റേറ്റുള്ള രണ്ട് സംസ്ഥാനങ്ങളുള്ളത് സിക്കിമും അതേപോലെ ത്രിപുരയും. ഇത് രണ്ടും ചെറിയ സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് വലിയ സംസ്ഥാനങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. The unemployment rate among the youth, that is 15 to 29 years in Kerala, is 36.3%, while it is only 17.8% in the all India level. അത് കമ്പയർ ചെയ്യുമ്പോൾ ഓൾ ഇന്ത്യ ലെവൽ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ യൂത്തിൻ്റെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇസ് മോർ ദാൻ ഡബിൾ എന്നാണ് പറയുക. ഓക്കെ, ആൻഡ് തേർഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ദേ ആർ കമ്പയറിംഗ് ദ മെയിൽ ഫീമെയിൽ യൂത്ത് പോപ്പുലേഷൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. The 23.3% of male youth population is unemployed, while it's a whopping 63.4% among the female youth. അതായത് യൂത്ത് പോപ്പുലേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഫീമെയിൽ പോപ്പുലേഷൻ അൺഎംപ്ലോയ്മെന്റ് ഇസ് വേ എബവ് ദ മെയിൽ പോപ്പുലേഷൻ മനസ്സിലാക്കാം. അപ്പോൾ ഈ പോയിന്റ്സ് നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോൾ കഴിഞ്ഞ സ്ലൈഡ്സിൽ കണ്ടു യൂത്ത് പോപ്പുലേഷൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വളരെ കൂടുതലാണ്. 36%ഓളം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉണ്ട് കേരളത്തിൽ. ഇനി
യൂത്ത് പോപ്പുലേഷനിലെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടാൻ എന്തായിരിക്കും കാരണം? അത് ഈ പറഞ്ഞ മാതിരി ഇവിടുത്തെ യുവാക്കൾക്ക് ഇതേപോലെ അവർക്ക് പണി ഇല്ലാഞ്ഞിട്ടല്ല. എന്താണ്, ആ ഉള്ള പണി അവരുടെ ക്വാളിഫിക്കേഷന് സ്യൂട്ട് ആവാഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്നൊരു പേരാണ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയും. അതായത് the people do not get jobs that are apt to their educational qualifications. They do get jobs, but those jobs are not equivalent to what they have studied, what they have learned. Okay, അപ്പോൾ അതായത് നമുക്കറിയാം ഇവിടെയുള്ള എഡ്യൂക്കേഷൻ ലെവൽ വളരെ കൂടുതലാണ്. ആൾക്കാർ കുറേ പഠിക്കുന്നുണ്ട്, പക്ഷെ പഠിച്ച് അതിനുള്ള ഉതകുന്ന രീതിയിലുള്ള ഒരു ജോലി കൊടുക്കാനുള്ള സംവിധാനം കേരളത്തിലില്ല. ഓക്കെ, ആൻഡ് ദർ ഈസ് ഹൈ പ്രിഫറൻസ് ഫോർ വൈറ്റ് കോളർ ജോബ്സ്. മീനിയൽ ജോബ്സും അതേപോലെ മെക്കാനിക്കൽ ജോബ്സ് ചെയ്യാനുള്ള ആൾക്കാർ ഇപ്പോൾ ചെറുപ്പക്കാർ തയ്യാറല്ല. ദേ വോണ്ട് വൈറ്റ് കോളർ ജോബ്സ് വിച്ച് ആർ വെൽ പേയിങ് ജോബ്സ് ഓൾസോ. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ആൾക്കാർ കേരളത്തിൽ നിൽക്കാതെ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം, ജെൻഡേർഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയും. നമുക്ക് മനസ്സിലാക്കാം, ഈ പോയിന്റ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡ്സിന്റെ ഏറ്റവും അവസാനത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് യൂത്ത് പോപ്പുലേഷൻ തന്നെ ഫീമെയിൽ അൺഎംപ്ലോയ്മെന്റ് വളരെ കൂടുതലിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിന്റെ ഒരു ഡെഫിനിഷനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജെൻഡേർഡ് അൺഎംപ്ലോയ്മെന്റ്. അതായത് ഹയർ അൺഎംപ്ലോയ്മെന്റ് എമംഗ് ഫീമെയിൽ പോപ്പുലേഷൻ ഡ്യൂ ടു ഫാക്ടേഴ്സ് ലൈക്ക് ഹയർ ഫാമിലി ഇൻകം ആൻഡ് ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി ഇൻ വർക്ക് കണ്ടീഷൻസ്. ഫീമെയിൽ പോപ്പുലേഷൻസിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം ഫീമെയിൽ പോപ്പുലേഷൻ പൊതുവെ മെയിൽ പോപ്പുലേഷനേക്കാളും കൂടുതൽ വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്നതാണ് കേരളത്തിൽ. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ചില പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് കാരണം ഈ പോപ്പുലേഷന് ജോലി എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഫ്ലെക്സിബിൾ അല്ല. പലർക്കും ഇതേപോലെ സ്വന്തം വീടിനടുത്ത് ജോലി കിട്ടാനുള്ള അവസ്ഥ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ച അതേ കോഴ്സ് അതേ രീതിയിൽ ജോലിയിൽ എത്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. പിന്നെ വേറെ ഫാക്ടർ എന്ന് വെച്ചാൽ പൊതുവെ ഫാമിലി ഇൻകം വളരെ കൂടിയിരിക്കുമ്പോൾ പൊതുവെ ഫീമെയിൽ മെമ്പേഴ്സ് ജോലി ചെയ്യാത്ത അവസ്ഥയും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് പൊതുവെ അൺഎംപ്ലോയ്മെന്റ് ഉള്ളൊരവസ്ഥയിൽ ഫീമെയിൽ അൺഎംപ്ലോയ്മെന്റ് എന്തായാലും കൂടിയിരിക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. So let's move to another topic now, the land use pattern. കേരളത്തിലെ ഭൂമി എന്തൊക്കെ തരത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നറിയാനുള്ള ഒരു ശ്രമമാണ് നമ്മളിവിടെ ഈ ഭാഗത്ത് നടത്തുന്നത്. So let's move to the first point. As per the land use data of 2018-19, the net area sown is 53%, the forest area is 28%, and the land for non-agricultural uses 12%. അതായത് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് 53%, വനമേഖല എന്ന് പറയുന്നത് 28%, കൃഷിയേതര ഭൂമി എന്ന് പറയുന്നത് 12%. ഇവിടെ ആദ്യം നോക്കണം, ചെറിയ ശതമാനം ഏരിയ ഇവിടെ എഴുതിയിട്ടില്ല. അത് നമ്മൾ ബാക്കിയുള്ള ഭൂവിഭാഗത്തിലാണ് പെടുത്തുന്നത്. അതായത് കൃഷി ഇല്ലാത്ത ഏരിയ, അതായത് ബാരൻ ലാൻഡ്, ഫാലോ ലാൻഡ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ സ്വാഭാവികം മനസ്സിലാവും ഏരിയ സോൺ തന്നെയാണ് ഏറ്റവും കൂടുതൽ, കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന ഏരിയാസാണ് ഏറ്റവും കൂടുതൽ. ഇനി വനമേഖലയും കൂടുതൽ ഇരിക്കുന്നുണ്ട്. ഇന്ത്യ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ ആകെ 21% ആണ് ആകെ വനമേഖല. കേരളത്തിൽ സ്വാഭാവികമായിട്ടും കൂടുതലാണ്, 28%ഓളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നോൺ അഗ്രികൾച്ചർ യൂസിന്റെ കേസിലും ഈ പരമാവധി 12%. അതിങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിൽ കൂടി വരുന്നൊരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. Of the total cropped area, food crops like rice, tapioca and pulses account for just 10.15%, while cash crops like coconut, rubber, pepper, cardamom, tea and coffee constituted 62%. അത് നമ്മൾ കാണുന്നത് വെച്ചാൽ ഫുഡ് ക്രോപ്സ്, ഭക്ഷ്യ വിളകൾ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഏരിയ മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ, 10.15%. അതേസമയം നാണ്യവിളകൾ, ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത് കൂടുതൽ പ്ലാന്റേഷൻ ക്രോപ്സ് ആണ്, അവർ 62% ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഇൻഫറൻസ് നമ്മൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്ത സ്ലൈഡിൽ നമുക്ക് ഇതിനുള്ള ഇൻഫറൻസ് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത ഫാക്ട്സിന്റെ ഇൻഫറൻസിലേക്കാണ് നമ്മൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പോയിന്റ്സിലേക്ക് ഡയറക്റ്റ്ലി നമുക്ക് പോവാം. There has been a shift in cropping pattern from food crops to cash crops in Kerala. തുടർച്ചയായിട്ട് അടുത്ത പോയിന്റ്,
while food crops like rice and tapioca occupied major share till the 70-80 period, their position has been taken over by cash crops like coconut and rubber. നമുക്കറിയാം ഈ പറഞ്ഞമാതിരി 70s സ്വാതന്ത്ര്യാനന്തരം ഉള്ള ഡെക്കേഡ്സിലൊക്കെ കൂടുതലും ഈ പറഞ്ഞമാതിരി നമ്മുടെ ഫുഡ് ക്രോപ്സ് ആണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇനം എന്ന് പറഞ്ഞാൽ ഒന്ന് അരി, നെല്ല്, രണ്ടാമത്തത് കപ്പ. പക്ഷേ 70-80 പീരീഡിന് ശേഷം ഈ ഫുഡ് ക്രോപ്സ് എന്നുള്ളത് ക്യാഷ് ക്രോപ്സിൻ്റെ വഴിമാറി. പ്രത്യേകിച്ച് നാളികേരം അതേപോലെ റബ്ബർ എന്ന ക്യാഷ് ക്രോപ്സ് ആണ് കേരളത്തിൽ പിന്നെ വലിയ രീതിയിൽ പ്ലാന്റ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് ആ ഫുഡ് ക്രോപ്സിൻ്റെ ഏരിയാസ് വളരെയധികം കുറയുകയും ക്യാഷ് ക്രോപ്സിൻ്റെ ഏരിയാസ് വളരെയധികം കൂടുകയും ചെയ്തു. ഇനി അടുത്ത പോയിന്റ്സ് നമുക്ക് നോക്കാം. There has been an increase in non-agricultural land over the decades. നമുക്കറിയാം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ non-agricultural land എന്ന് പറഞ്ഞാൽ 12% ആണ്. അത് ഈ പറഞ്ഞമാതിരി 70s അത് 7% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇപ്പോൾ 12% ആയിട്ട് മാറിയത്. അതായത് കേരള നഗരവൽക്കരണത്തിൻ്റെ ഒരു നല്ല സൂചനയാണ് ഈ പറഞ്ഞമാതിരി ഇൻക്രീസ് ഇൻ non-agricultural land. പഴയ കൃഷി നിലങ്ങളൊക്കെ പലപ്പോഴും നഗരത്തിന് വഴിമാറിയ ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Okay. And now let's go to the last point. This poses a challenge not only to food security but also the ecological sustainability of the state. അപ്പോൾ വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് ലാൻഡ് യൂസ് പാറ്റേൺ നമ്മൾ കണ്ടത്. അതായത് ഒരു ഭാഗത്ത് ഭക്ഷ്യവിളകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഭക്ഷ്യഭദ്രതയെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മറുഭാഗത്ത് നമ്മുടെ എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റിയും നശിക്കുന്നുണ്ട്. നമ്മുടെ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ 2 വർഷങ്ങളിലും നമ്മുടെ 2 പ്രളയങ്ങളുണ്ടായി. 2018 19 ഇതിനൊക്കെ മെയിൻ കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ലാൻഡ് യൂസിലെ വ്യത്യാസങ്ങളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ കവളപ്പാറ ഉണ്ടായൊരു ഒരു ഇൻസിഡൻറ്റ് നമുക്ക് എടുക്കാം. അവിടെ പ്രത്യേകം ഉണ്ടായിരുന്ന അവിടുത്തെ വനങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ട് അവിടെ നമ്മുടെ റബ്ബർ തോട്ടങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് ആ ഭൂമിയുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയും അത് ഒരു ദിവസം പെട്ടെന്ന് നിലംപതിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ക്രോപ്പിംഗ് പാറ്റേണിലെ വ്യത്യാസം പലപ്പോഴും കേരളത്തിൻ്റെ പല പ്രകൃതി ദുരന്തങ്ങളും വഴിവെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് we have to regain the stability of the state through proper land use pattern in Kerala.